ഇന്ന് ഞാൻ പുട്ടുപൊടി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ പുട്ടുപൊടി വെച്ചിട്ട് ചെയ്ത് നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവേ. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കാശ്മീരി മുളക് ഞാനൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നടിച്ചെടുക്കുന്നുണ്ട്. ഒരു 10-15 എണ്ണം എടുത്തോട്ടോ. ഇത് കുതിർത്ത് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ചുവന്നുള്ളി എടുക്കുക, അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി ഇട്ടാൽ ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. നല്ലോണം അരയേണ്ട ആവശ്യമില്ല, ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ ഇവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് ഈ ഒരു കൂട്ടിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം, ഒരു ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ കൈവച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലെടുക്കുക. ഒരു അരമുറി തേങ്ങൻ്റെ പാലെടുത്തിട്ടോ, നല്ല കട്ടിക്ക് തന്നെ എടുക്കണം. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് നല്ലോണം വെന്ത് വരട്ടെ. ഇനി ഇതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു കൈപ്പിടി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. ചിരവിയത് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം പൂണ്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നല്ല ജീരകവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. നല്ലോണം തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് അരച്ച വെച്ച കൂട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് പാകത്തിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് വെക്കുക. കുറച്ച് നേരം തന്നെ നമുക്കിത് കുഴച്ച് വെക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന് കേട്ടോ. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് എന്നോട് നല്ല ജീരകവും ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നത് കാണിക്കാൻ വിട്ടു പോയതാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വെള്ളം കൂട്ടി അരച്ചെടുത്തത് കേട്ടോ. ഇതിനി നമുക്ക് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഒന്ന് കുതിർന്ന് വരണേ. ഇനി ഇതാ നമ്മളെ ചിക്കന് നല്ലോണം തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം തന്നെ വറ്റി വരണം കേട്ടോ. അതുവരെ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഗരം മസാല പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാല പൊടിയാണ്. ഞാൻ ഇത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ചെയ്യുന്ന ഗരം മസാല പൊടിയാണ് കേട്ടോ. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുക, അതിൽ വിളിച്ചിട്ടോ നമ്മൾ കൊറിയറായിട്ട് എല്ലാ ഭാഗത്തേക്കും അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ കുതിർത്ത് വെച്ചാൽ പുട്ടുപൊടി പകുതി ഭാഗം എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, പകുതി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത മാവ് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബാക്കിയുള്ള പുട്ടുപൊടിയില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കുക. നമ്മളിപ്പം പത്തിരിപ്പൊടി ആക്കുന്നില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. തരി നിന്നോട്ടെ കേട്ടോ. നല്ലോണം തന്നെ തരി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുക. കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ വാഴയിലയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ല, നല്ല റൗണ്ടായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. വെന്ത് വന്ന ചിക്കൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്നും കൂടി നല്ലോണം തന്നെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഗ്രേവി ടൈപ്പ് ആവേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ എടുക്കുക, കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുത്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചിക്കന് അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയുകയല്ല കേട്ടോ. ഇതിൽ ഉള്ളി തക്കാളി അങ്ങനത്തെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് വെറുതെ ഇതേപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണേ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇതിന് നിങ്ങൾക്ക് എന്താ പേര് വേണ്ടതെന്ന് വെച്ചാൽ കേട്ടോ.
നമ്മുടെ നെയ്പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ്റെ ഈ ഒരു ഐറ്റംസ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോസായിട്ട് കാണാം. നെയ്പത്തിരിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. നമ്മളിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ പൊരിക്കുന്നതെന്ന് വെച്ചാൽ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പുട്ടുപൊടി കൊണ്ടായത് തയ്യാറാക്കിയെന്ന് ആരും പറയല്ലേ.